ഇത് സപ്പോർട്ട് റിയാക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇവിടെ ഹിഞ്ചഡ് സപ്പോർട്ട്, ഇത് റോളർ സപ്പോർട്ട്. ഈ റോളർ സപ്പോർട്ട് ഒരു 45 ഡിഗ്രി ചരിഞ്ഞൊരു സർഫസിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം പോയിന്റ് ലോഡാണ്. ഇത് 60 കിലോ ന്യൂട്ടൺ, ഇത് 40 കിലോ ന്യൂട്ടൺ, ഇത് 50 കിലോ ന്യൂട്ടൺ. ഈ 40 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് 60 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് ഇതിൽ ഈ ബീമിലോട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫിഗറിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ലോഡ് 2 മീറ്റർ ഇതിലാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലോഡ് നമ്മളുള്ളത് 2 മീറ്റർ, പിന്നെ ഇതുമായിട്ട് 3 മീറ്റർ, ഇവിടെ നിന്ന് 1.5 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ പ്രോബ്ലം കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും നമ്മൾ ഈ പ്രോബ്ലം ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, നമ്മളിവിടെ വീണ്ടും ഇങ്ങനെ 60 കിലോ ന്യൂട്ടൺ, ഇവിടെ ഇങ്ങനെ 40 കിലോ ന്യൂട്ടൺ, ഇവിടെ 50 കിലോ ന്യൂട്ടൺ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ വീണ്ടും അടയാളപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഇവിടെ റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ട് നിങ്ങൾക്ക് ചരിഞ്ഞ പ്രതലത്തിലായിരിക്കും. ഇങ്ങനെ റോളർ സപ്പോർട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. റോളർ സപ്പോർട്ടിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ റോളർ സപ്പോർട്ടിന് ഉണ്ടാവുള്ളൂ, വെർട്ടിക്കൽ റിയാക്ഷൻ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് വെർട്ടിക്കൽ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ ലൈൻ വരച്ച്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി. വീണ്ടും ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയാണ്. ഇത് 45 ആണെങ്കിൽ ഇത് 45 അല്ലേ? ഇത് വെർട്ടിക്കലല്ലേ? ഇത് 90. അപ്പം ഇതും 45, ഇതും 45. ഇത് ഈ ആംഗിൾ 45 ആണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതും 45 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു 45 അല്ലേ? ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് RB എന്നിരിക്കട്ടെ. ഇവിടെ നിങ്ങൾ A, പിന്നെ ഈ പോയിന്റ് B എന്നിരിക്കട്ടെ. അപ്പം ഇത്രയും ഇനിഷ്യലി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അതാണ് അടുത്ത സ്റ്റേജ്, ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ദിസ് ഈസ് A, ഇവിടെ നിങ്ങൾക്ക് B ആണ് അല്ലേ? ഇവിടെ റിയാക്ഷൻ അറ്റ് A എന്ന് പറയുന്നത് RA, റിയാക്ഷൻ അറ്റ് A RA. പിന്നെ ഇപ്പോൾ എല്ലാം അതേപടി നിങ്ങൾ വരയ്ക്കണം. ദിസ് ഈസ് 60 കിലോ ന്യൂട്ടൺ, ഇത് വന്നിട്ട് 40 കിലോ ന്യൂട്ടൺ, ഇത് ആംഗിൾ 60 ഡിഗ്രി, പിന്നെ ഇത് വന്നിട്ട് 50 കിലോ ന്യൂട്ടൺ. പിന്നെ നമ്മൾ ഇത് വരച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് തന്നെ ആ സച്ച് വരയ്ക്കും. ദിസ് ഈസ് RB. ഇത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 2 മീറ്റർ. ഓരോ ലോഡും ലെഫ്റ്റ് എൻഡിൽ നിന്ന് എത്ര ദൂരത്തിലാണെന്ന് നമ്മൾ അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇത് 2 മീറ്റർ, അത് ഇതുമായിട്ട് അല്ലേ? എത്ര വരും? 4 മീറ്റർ. ഇത്രയും 4 മീറ്റർ. അടുത്ത് ഇതുമായിട്ട് നോക്കുമ്പോഴാണ് ഇതിങ്ങനെ താഴോട്ട് വരച്ച് ഇങ്ങനെ വരച്ച് ഇതുമായിട്ട് എത്ര വരും? 2 2 4 4 3 7 7 മീറ്റർ അല്ലേ? പിന്നെ ഈ ഡിസ്റ്റൻസും കൂടെ ഉണ്ടല്ലോ. ഈ ഡിസ്റ്റൻസുമായിട്ട് നോക്കിയാൽ ടോട്ടൽ ഡിസ്റ്റൻസ് വരും. ടോട്ടൽ ഡിസ്റ്റൻസ് 2 2 4 4 3 7 7 1 8.5 മീറ്റർ ആയിട്ട് എന്താ ടോട്ടൽ ഡിസ്റ്റൻസ് വരും. ഇനി ഇതാ നിങ്ങൾ നോക്കുക, ഇവിടെ ഹിഞ്ചഡ് സപ്പോർട്ട്, ഇവിടെ റോളർ സപ്പോർട്ട്. ഈ ഹിഞ്ചഡ് സപ്പോർട്ട് ഇവിടെ ഉണ്ടാവുകയും ഇതിൽ ഒരു ഇൻക്ലൈൻഡ് ലോഡ് ആക്ട് ചെയ്യുകയും ചെയ്താൽ ഈ ഇവിടെ A എന്നുള്ള പോയിന്റ്, അതായത് ഹിഞ്ചഡ് സപ്പോർട്ട് ഉള്ളിടത്ത് നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യും. ദിസ് ഈസ് RAH, ദിസ് ഈസ് RAB അല്ലേ? അതേപടി ഈ RB ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കണം അല്ലേ? 45. RB ഇൻക്ലൈൻഡ് 45 ആണ് അല്ലേ? അപ്പോൾ RBക്ക് 2 കമ്പോണന്റ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ പിന്നെ ഇങ്ങനെ. അതുകൊണ്ട് RB ഇങ്ങനെ അടുപ്പിച്ചു. അതുകൊണ്ട് ഇത് RB cos 45, ഇത് RB sin 45. ഇത് RB cos 45 ആണെങ്കിൽ ഇത് എന്തായാലും RB sin 45 ആയിരിക്കും. ഓക്കെ, ഇത് ഇൻക്ലൈൻഡ് ലോഡല്ലേ? ഈ ആംഗിൾ 60 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടലി വെർട്ടിക്കലി മാറ്റണം. ഇതിനെ ഹൊറിസോണ്ടലി
വെർട്ടിക്കലി മാറ്റുന്നു. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഹൊറിസോണ്ടലായിട്ട് മാറുമ്പോൾ ഇത് 40 cos 60. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് 40 sin 60. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യും. സിഗ്മ fx is equal to 0, സിഗ്മ fy is equal to 0, സിഗ്മ m is equal to 0 അല്ലേ. അപ്പം സിഗ്മ fx is equal to 0 എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിലോട്ട് വരുന്ന എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെയും സം ഈസ് ഈക്വൽ ടു 0 എന്നാണ്. സിഗ്മ fy is equal to 0 എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിലോട്ട് വരുന്ന എല്ലാ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെയും സം ഈസ് ഈക്വൽ ടു 0 ആണ്. സിഗ്മ m ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും എബൌട്ട് ഒരു പോയിന്റിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ പോയിന്റിലുള്ള മറ്റ് ഫോഴ്സുകൾ മേക്ക് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ സം ഈസ് ഈക്വൽ ടു 0 എന്നാണ് സിഗ്മ m ഈസ് ഈക്വൽ ടു 0 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എ ഉണ്ടായിട്ട് അപ്പം സിഗ്മ fx ഈസ് ഈക്വൽ ടു 0, സിഗ്മ fy ഈസ് ഈക്വൽ ടു 0, സിഗ്മ m ഈസ് ഈക്വൽ ടു 0. അപ്പം സിഗ്മ fx ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും RAH വലത്തോട്ട് RAH അല്ലേ, ഇത് ഹൊറിസോണ്ടലോ RAH, പിന്നെ ഇതും വലത്തോട്ടാണ് പോകണം അല്ലേ, ഹൊറിസോണ്ടൽ RAH പ്ലസ് 40 cos 60 അല്ലേ. RAH ഉണ്ട്, പിന്നെ ഇതുണ്ട് 40 cos 60, പിന്നെ ഉള്ളതെന്തോ ഈ ഇടത്തോട്ട് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു വലത്തോട്ടുള്ളത് ഈസ് ഈക്വൽ ടു ഇടത്തോട്ടുള്ളത്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു RB cos 60, RB cos 45, RB cos 45 അല്ലേ. അപ്പം RAH പ്ലസ് 40 ഇൻറ്റു cos 60 എന്ന് വെച്ചാൽ 1/2 which is equal to RB into 1/√2, RB into 1/√2 അല്ലേ. ദാറ്റ് ഈസ് RAH പ്ലസ് 42 അല്ലേ 20 ഈസ് ഈക്വൽ ടു RB ബൈ √2 അല്ലേ. ഇതൊരു ഇക്വേഷൻ 1 എന്നിരിക്കട്ടെ. നെക്സ്റ്റ് ഈസ് സിഗ്മ fy ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താ, മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് ഈസ് ഈക്വൽ ടു താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് അല്ലേ. എന്ന് പറയുമ്പോൾ ഇവിടെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന RAH. അപ്പം RAH അല്ല, ദിസ് ഈസ് RAB, ദിസ് ഈസ് RAH. അപ്പം മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് RAB അല്ലേ, RAB മുകളിലോട്ട് പ്ലസ് ഇനി മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഏതാ RB sin 45, RB sin 45 ഈസ് ഈക്വൽ ടു അല്ലേ, ഇത് മുകളിലോട്ട് RAB. ഇനി മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് ഈ RB sin 45 മാത്രമേ ഉള്ളൂ. അപ്പോൾ RAB പ്ലസ് RB sin 45 ഈസ് ഈക്വൽ ടു ഇനി എന്താണ് താഴോട്ട് ആക്ട് ചെയ്യുന്നതിനോട്. അപ്പോൾ ഇവിടെ 60 താഴോട്ട് ആക്ട് ചെയ്യുന്നു, പ്ലസ് ഇതും താഴോട്ട് ആക്ട് ചെയ്യുന്നു 40 sin 60 അല്ലേ. പിന്നെ ഇത് താഴോട്ട് ആക്ട് ചെയ്യുന്നു പ്ലസ് 50. ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, RAB പ്ലസ് RB sin 45. അപ്പം RB ബൈ √2, sin 45 എന്ന് പറഞ്ഞാൽ 1/√2, അതുകൊണ്ട് RB ബൈ √2 ഈസ് ഈക്വൽ ടു 60 പ്ലസ് 40 sin 60 എന്ന് വെച്ചാൽ √3/2, 40 into √3/2 പ്ലസ് 50 ഒന്നുകൂടെ, ദാറ്റ് ഈസ് RAB പ്ലസ് RB ബൈ √2 ഈസ് ഈക്വൽ ടു 60 പ്ലസ് 20 √3 പ്ലസ് 50 which is equal to ഇത് നിങ്ങൾക്ക് RB ഇത്ര കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് RB ഇൻ ഇക്വേഷൻ നമ്പർ 2, അതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് RAB. അപ്പോൾ അതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്ത് യു വിൽ ഗെറ്റ് RAB ഈസ് ഈക്വൽ ടു 73.05 കിലോ ന്യൂട്ടൺ. എന്ന് നമ്മുടെ ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ ആണെങ്കിൽ യു ക്യാൻ എന്താണ് നിങ്ങൾക്ക് കിലോ ന്യൂട്ടൺ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഈ ഇക്വേഷന് നിങ്ങൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, അതിനെ റെഡ്യൂസ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അവസാനം RAB പ്ലസ് RB ബൈ √2 ഈസ് ഈക്വൽ ടു 144.64 എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2 എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ 2 ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ m ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഈ
സിസ്റ്റത്തിലോട്ട് വരുന്ന ലോഡുകളുടെ ഏതെങ്കിലും പോയിന്റിന് എബോട്ടായിട്ട് ഉണ്ടാക്കുന്ന മൊമെന്റുകളുടെ സം ഈക്വൽ ടു 0 എന്നാണ് സിഗ്മ എം ഈക്വൽ ടു 0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ എന്ന് ഞാൻ എഴുതി. അങ്ങനെയാണ് എന്താ നോക്കിയോ, 60 × 2 മൊമെന്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം 60 × 2 ഇതൊരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. പ്ലസ് അടുത്ത് എന്താ നോക്കിയാൽ ഈ 40 sin 60 അത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 40 sin 60 × 4 40 sin 60 × 4. അപ്പോൾ അത് 60 × 2 ക്ലോക്ക് വൈസ്, 40 sin 60 × 4 ക്ലോക്ക് വൈസ് അല്ലേ. പിന്നെയുള്ളത് 50 × 7 അല്ലേ, പ്ലസ് 50 × 7 50 × 7 വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് ക്ലോക്ക് വൈസ്, ഇവിടെ ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ്. ഇനി മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ലോഡാണ് ഈ ആർ ബി സൈൻ 45. അപ്പം ആർ ബി സൈൻ 45 × 8.5 ബിക്കോസ് ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ്. ഇതെല്ലാം ക്ലോക്ക് വൈസ് മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 ഇക്വേഷൻ കിട്ടി. ദിസ് ഈസ് ഫോർ സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0, ദിസ് ഈസ് ഫോർ സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0, ദിസ് ഈസ് ഫോർ സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആർ ബിയുടെ വില നിങ്ങൾക്കറിയാം. ഈ 6.01 ആർ ബി ഈസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ ഉണ്ട്. ഇതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആർ ബി. ആർ ബിയുടെ വാല്യൂ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ആർ എ ബി അല്ലേ. അതേപടി ആർ ബിയുടെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ആർ എ എച്ച്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ആർ എ ബി ആർ ബിയുടെ വാല്യൂ കിട്ടി, ആർ എ ബിയുടെ വാല്യൂ കിട്ടി. ഈ ആർ ബിയുടെ വാല്യൂ നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ആർ എ എച്ച് ഈസ് ഈക്വൽ ടു 51.59 kN. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്ക് ആർ എ എച്ച് ആണ് കിട്ടിയത് അല്ലേ. ആർ എ എച്ച് കിട്ടി, ആർ എ ബി കിട്ടി. അപ്പോൾ എന്താ നോക്കിയോ, ഹിയർ ഇറ്റ് ഈസ് ആർ എ എച്ച്, ഇവിടെ നിങ്ങൾക്ക് ആർ എ ബി. അങ്ങനെയാണെങ്കിൽ ഒരു റിസൾട്ടൻ്റ് ആയിരിക്കും ആർ എ അല്ലേ. ഇത് ആർ എ ബി കിട്ടി, ഇത് ആർ എ എച്ച് കിട്ടി. അപ്പോൾ റിസൾട്ടൻ്റ് ആയിരിക്കും ആർ എ അല്ലേ. നമുക്ക് റിയാക്ഷൻ അറ്റ് എ വേണം കാണാൻ. അപ്പം ആർ എ ഈസ് ഈക്വൽ ടു, നിങ്ങൾ പാരഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, ആർ എ ഈസ് ഈക്വൽ ടു ആർ എ എച്ച് സ്ക്വയർ പ്ലസ് ആർ എ ബി സ്ക്വയർ. ആർ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ എ എച്ച് സ്ക്വയർ പ്ലസ് ആർ എ ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആർ എ ബിയുടെ വാല്യൂ എടുത്ത് എഴുതി ആർ എ എച്ച് വാല്യൂ അല്ലേ. ദിസ് ഇസ് ആർ എ എച്ച്, ദിസ് ഇസ് ആർ എ ബി അല്ലേ. അപ്പോൾ ആർ എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ എ എച്ച് സ്ക്വയർ പ്ലസ് ആർ എ ബി സ്ക്വയർ. അപ്പോൾ അങ്ങനെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഫൈനലി ദിസ് ആർ എ ഇസ് ഈക്വൽ ടു 89.43 kN. ഇവിടെ ആർ എ എച്ച് ഈസ് ഈക്വൽ ടു 51.59, ആർ എ ബി ഈസ് ഈക്വൽ ടു 73.05. അപ്പോൾ ആർ എ എച്ചിൻ്റെയും ആർ എ ബിയും കൂടെ റിസൾട്ടൻ്റാണ് ആർ എ. അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, റൂട്ട് ഓഫ് ആർ എ എച്ച് സ്ക്വയർ പ്ലസ് ആർ എ ബി സ്ക്വയർ. അതിൻ്റെ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് ആർ എ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് 89.43 കിട്ടും. ഇനി അടുത്ത് ഈ റിസൾട്ടൻ്റ് ഏതെങ്കിലും ആയിട്ടുള്ള കമ്പോണൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിക്കണം. സപ്പോസ് ഇത് 5 എന്നിരിക്കട്ടെ. അപ്പോൾ ആർ എയും ഈ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 5 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ നമ്മൾ പാരലലായിട്ട് ഇങ്ങനെ വരച്ചാൽ ഇത് ഈ ലൈനിന് തന്നെ തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ വാല്യൂ 51.59 ആയിരിക്കും. പിന്നെ ഈ ലൈൻ അതിവിടെ എത്രയായിരിക്കും, 89.43. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൽ നിന്ന്, ഇതൊരു ട്രയാങ്കിളാണ്, ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് sin 5 ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പം 51.59 ഡിവൈഡഡ് ബൈ 89.43. ഓക്കെ, 5 is equal to 51.59 divided by 89.43. So you will get 0.576. അങ്ങനെയാണെങ്കിൽ 5 is equal to sin inverse 0.576. Then you will get 5 is equal to 37.16. അതായത് this 5 is equal to 37.16. കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. redraw that figure. പിന്നെ draw perpendicular to roller support.
roller support. Then find the angle of reaction RB. Then draw free body diagram. Draw free body diagram. Then apply equilibrium equations, that is sigma fx is equal to 0, sigma fy is equal to 0, sigma m is equal to 0. From this you have to find out RAH, then RAB and RB. Okay, then finally this RA is equal to root of RAH square plus RAV square. Then find the angle phi. The values of RAH, RAB and RA. Okay.